ഹലോ, അസ്സലാമു അലൈക്കും. റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ പെപ്പർ ചിക്കൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷും കൂടെയാണ് ഈ പെപ്പർ ചിക്കൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ: കറിവേപ്പില, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം, ചിക്കന്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ, അതേപോലെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും. അത് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. ഇതുപോലുള്ളൊരു കടായി പാൻ എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലുള്ള പാന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഉള്ളി. ഇനി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ചെറിയ ജീരകം ഒന്ന് പൊടിച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ഓപ്ഷണലാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലെ 2 തക്കാളി കട്ട് ചെയ്തത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതും കൂടെ കൂട്ടിയിട്ട് ഇപ്പം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ ആ ചിക്കൻ പീസിൻ്റെ ഉള്ളിലൊക്കെ ആ മസാല നന്നായി പിടിക്കുള്ളൂ. ഇനി ഒരു അടുപ്പ് എടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ വേവിക്കാനായിട്ട് വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ കവർ ചെയ്ത് വേവിക്കാനായിട്ട് വെക്കുക. ചിക്കനിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ അല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഇളക്കി ചേർത്തതിന് ശേഷം ഇനി വേവിക്കാനായിട്ട് കവർ ചെയ്ത് വെക്കുക. ചിക്കൻ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം, ഈ ഗ്രേവി ടൈപ്പായിട്ട്. ഞാൻ അല്പം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്പം ഉപ്പ് കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം.
ഗ്രേവി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുരുമുളക് ഇട്ട് വെച്ചത് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷും കൂടെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.